രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെക്കുറിച്ചുള്ള പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഒടുവിൽ വഴങ്ങുകയാണോ രാഹുൽ ഈശ്വർ? രാഹുൽ ഈശ്വർ വഴങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ വാദങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് പിൻവലിക്കാം എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ ഏകദേശം 10-ലധികം വീഡിയോകളാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പല കാര്യങ്ങളും പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും ഈ പോസ്റ്റ് പിൻവലിക്കാമെന്നോ അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും പിന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട് താൻ ഈ വീഡിയോകൾ പിൻവലിക്കാം, പോസ്റ്റുകൾ പിൻവലിക്കാം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ പക്ഷേ രാഹുൽ ഈശ്വർ ഇപ്പോൾ പുറത്ത് വരുമെന്ന നേരത്തിൽ നിലവിലെ സാഹചര്യത്തിലുള്ള സംശയമുണ്ട്. കാരണം അത് മറ്റൊന്നും കൊണ്ടുവന്നില്ല. ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഇയാൾ അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി കസ്റ്റഡി അപേക്ഷ സ്വാഭാവികമായും കോടതി അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പോലീസിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അതിനുശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. എന്തായാലും തൻ്റെ നിലപാടിൽ നിന്ന്, തൻ്റെ വാദത്തിൽ നിന്നെല്ലാം വളരെയധികം രാഹുൽ ഈശ്വർ പിന്നോട്ട് പോവുകയാണ്. അല്പം അയഞ്ഞു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ കുറേ ദിവസമല്ലേ നിരാഹാരം സമരമൊക്കെ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ദിലീപിൻ്റെ ഒക്കെ കേസ് പുറത്ത് വരികയാണ്. രാഹുൽ ഈശ്വറിന് തോന്നിയിട്ടുണ്ടാവും ആ കേസൊക്കെ പുറത്ത് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ പുറത്ത് വന്നേ തീരുവുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിലിപ്പോൾ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു.